അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വരുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇപ്പോൾ ഇത് എൻ്റെ വീട്ടിലല്ല ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ പാലക്കാട് പോയി എൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോസ് നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാലക്കാടുള്ള എൻ്റെ ചെങ്കിൻ്റെ വീട്ടിലായിരുന്നു ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. സംഭവം ഞാൻ എക്സാം കഴിഞ്ഞിട്ട് യൂട്യൂബിൽ കുറേ വീഡിയോസ് കിട്ടും മലമറിക്കാനൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാന്. പക്ഷേ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ ഭയങ്കര കുറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോ ഞാൻ ആകെ എക്സാം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ എന്തായാലും ഒരു ലോങ് വീഡിയോ ഇടാണ്. വേറെ ഒന്നും ലൈസ് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ ചടങ്ങ് പരിപാടിയാണ്. പിന്നെ വോയിസ് ഓവർ എടുക്കാന്ന് വെച്ചാൽ അതും ഇച്ചിരി മടിയുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ എൻ്റെ ചെങ്കൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. നേരെ അവളുടെ വീടിൻ്റെ ബാക്കിലുള്ള ഈ റബ്ബറിൻ്റെ ഒക്കെ സ്ഥലത്ത് വന്നേക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല കാറ്റും നല്ല രാവിലെ കിളിയുടെയൊക്കെ ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. നല്ല രസമാണ്. കുറേ സ്ഥലം ഇങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ അത് അവിടെ കുറച്ച് മയിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ ഈ കോഴികളും കാക്കകളൊക്കെ വന്നത് കേട്ടോ. മയിലൊക്കെ വന്നത് കമ്പി ഞാനിപ്പോൾ ചാടി പറഞ്ഞങ്ങോട്ട് പോയാനായിരുന്നു. ശരിക്കും ഞാൻ പിടിച്ചാറടി പോലെന്ന് പറഞ്ഞ എനിക്ക് എടി ഞാൻ പോലും അറിഞ്ഞില്ല അവിടെ കമ്പി വേലിണ്ട് പിടിച്ചാറാണ് ഇപ്പം കിടന്നാൻ അതിൽ കൂടെ. അയ്യോ ചാടിപ്പോയി. എടി എനിക്ക് ഇതാരുടെ പറമ്പാണെന്ന് അറിയില്ലട്ടാ. എന്താണെന്ന് ചെയ്യാൻ എല്ലാ മരങ്ങളും ഒരു സൈഡിലോട്ട് ചാഞ്ഞ് നിൽക്കണം. കാറ്റിന്റെ ഈ അതിൽ കൂടെയാണ് കാറ്റിന്റെ ഡയറക്ഷൻ. അതാണ് പോണോ? എടി കൊതുക് അടിക്കണം. എടി സാധാരണ അതിൽ പോയൊന്നും തീയില്ലേ? ആ വല്ല കാര്യം ഉണ്ടായിരുന്നു അതിൽ പോയി വേണ്ട. പോയി നോക്കിയാലോ? കമോൺ. എടി ഒരു അത് പറന്നു. എടി അത് മയിലല്ലട്ടാ, വേറെന്തോ ആണ് ഇപ്പോൾ പറന്നു പോയാ. വരുന്ന ഇവിടെ എപ്പോഴും വരുന്ന വരാറുണ്ട്, വലിയ വലിയ വരുന്നതാണോ വരാറുണ്ട്. എനിക്ക് പോട്ടാ എടി, എനിക്കും വഴി പറഞ്ഞു. എടി അവിടെ എവിടെയോ ഞാനൊരു പുറ്റുണ്ട്. എടി നമ്മുടെ ഇതിൽ കൂടെ അല്ലല്ലോ വന്നത്. അങ്ങനെ രാവിലെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഏറെക്കുറെ ഉച്ചയ്ക്ക് പറയായപ്പോഴാട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് തന്നെ. അപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പുട്ടും ചെറുപയറാട്ടോ. അപ്പോൾ ചെറുപയർ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ചാറും കാര്യങ്ങളൊക്കെ വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കട്ടൻ ചായയും കൂട്ടിയിട്ട് കുടിക്കണമായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് വലിയ സീൻ ഉണ്ടായില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന പുട്ടിൻ്റെ പീസിൽ അത് അവളുടെ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കിങ്ങനെ ഇറങ്ങണ്ടായില്ല, അതുകൊണ്ടാണ്. പിന്നെ പോരാത്തതിന് പുട്ടിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമല്ല. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ലേസ് ഇരിപ്പുണ്ടായിരുന്നു ഇന്നലെ മേടിച്ചത്. അപ്പോൾ അത് ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കുറേ ആയി പറയണം ഈ അവക്കാഡോ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന്, സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം ഫസ്റ്റ് കട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് ചീറ്റിട്ടുണ്ടായിരുന്നു. മറ്റേത് കട്ടാക്കി നോക്കിയപ്പം കുഴപ്പമില്ല, എന്നാലും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ ഇതുവരെ അവക്കാഡോ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. ഞാൻ ടൂർ പോയപ്പോഴാണ് ആദ്യമായിട്ട് മേടിക്കാനുണ്ട്. പക്ഷെ അത് പച്ചയായിരുന്നു, ഇത് സെറ്റ് ആയിട്ടുണ്ടായില്ല. അത് വെറുതെ കൊണ്ട് കളയേണ്ടി വന്നു, വെറുതെ. ഇനി ഇതാണ് സ്മിയു, അവളുടെ സ്വന്തം പൂച്ചയാണ്. ഞാനായിട്ട് വലിയ കമ്പനി ആവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. പക്ഷേ അവസാനമൊക്കെ എത്തിയപ്പോൾ കമ്പനി വേണ്ടായിരുന്നു. ക്യാറ്റ്നിപ്പാട്ടോ, അവൾ എന്താ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ ഇവൻ ഓടി വന്നിട്ടുണ്ടായിരുന്നു. സംഭവം എന്താ കണ്ടിട്ട് ഈ കാടും മടലൊക്കെ ആയിട്ടാണ് തോന്നുന്നുണ്ടായിരുന്നത്. പക്ഷേ ഭയങ്കര ഇഷ്ടപ്പെട്ടു വേസ് പൂച്ചയ്ക്ക്. എനിക്ക് തോന്നുന്ന കേസ് ഇത് പൂച്ചയെ മയക്കാനുള്ള എന്തോ ഒരു കാടും മടലും മാതിരിയുള്ള സംഭവമാണെന്ന് തോന്നുന്നു. എന്തായാലും എനിക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ക്യൂരിയോസിറ്റി വരട്ടെ, ഈ പച്ചമീനൊക്കെ ഈ പൂച്ച ഭയങ്കര ടേസ്റ്റോടെ കഴിക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് എന്തെന്നായിരുന്നു എനിക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സാധനത്തിൻ്റെയും അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ കാടും മടലുള്ള പോലത്തെ സാധനത്തിന് ഇതിനകത്ത് ടേസ്റ്റ് ഭയങ്കര ഇതൊക്കെയാണല്ലോ വിചാരിച്ചിട്ട്. പിന്നെ ഇത് അവളുടെ ഡ്രസ്സാട്ടതും എനിക്ക് ഭയങ്കര വലുതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടില്ലേ? പക്ഷേ ഞാനത് ഫുൾ കാണിക്കാത്ത വേറൊന്നുമല്ല, ഭയങ്കര വലുതാണ്. ഞാനിങ്ങനെ ഹെയർ ക്ലിപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടും അത്രയ്ക്കും സെറ്റ് ആവണ്ടായില്ല, അതുകൊണ്ടാണ് ഫുള്ള് കാണിക്കാഞ്ഞത്. അങ്ങനെ കുറേ നേരം റീൽസ് കണ്ടിരിക്കണ്ടായിരുന്നു. എനിക്ക് മെയിൻ പരിപാടി റീൽസ് കാണുന്നത് തന്നെയായിരുന്നു. റീൽസ് കാണാൻ അത് കണ്ണാടിൻ്റെ മുന്നിൽ ഓരോ കോപ്രായം കാണിച്ചു വിട്ടു, അതന്നെയായിരുന്നു എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഉച്ചക്കാലത്ത് ഫുഡ് കഴിക്കുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു. സോയാബീൻ ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് സാധനം. എൻ്റെ സ്ഥിരം വീഡിയോസ് ആണെന്നവർക്ക് അറിയായിരിക്കും സോയാബീൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഞാൻ മഞ്ഞെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവളെനിക്ക് സോയാബീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സോയാബീനും പിന്നെ രാവിലെ ചെറുപയറും അച്ചാറൊക്കെ കൂടിയും കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം അല്ലെങ്കിൽ ഒരിക്കലും ഉച്ചക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ചങ്കിൻ്റെ വളരെ വലിയൊരു പ്രത്യേകതയാണ്, ഉച്ചക്ക് പോകണമെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ റെഡിയായി കഴിയത്തുള്ളൂ. പക്ഷേ എനിക്കൊക്കെ ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് തന്നെ വലിയ ധാരാളം കേട്ടോ എനിക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, കുറച്ച് ദിവസത്തിന് മുന്നേ ഞങ്ങൾ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലയൊക്കെ ആകെ ഇങ്ങനെ ഉപ്പുവെള്ളമൊക്കെ തട്ടിയിട്ട് എന്തോ മാതിരി ഇരിക്കണമായിരുന്നു. അപ്പോൾ ഇന്ന് ഷാമ്പു കണ്ടീഷണറൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഹെയറൊക്കെ വാഷ് ചെയ്തപ്പോഴും സെറ്റായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സ്ട്രെയിറ്റും കൂടി ചെയ്യുന്നുണ്ട് ഹെയർ. ആ മുന്നിലെ ഭാഗത്തിൽ കുറച്ച് സ്ട്രെയിറ്റ് ആക്കി വെക്കണ്ടായിരുന്നു. പക്ഷേ അധികം നേരം ലാസ്റ്റ് ചെയ്യണ്ടായില്ല കേട്ടോ.
അത് കുറച്ച് നേരത്തെ മാത്രമേ ലാസ്റ്റ് ഉണ്ടായുള്ളൂ. പിന്നെ നേരെ പഴയ മാതിരി തന്നെ ആവണ്ടായിരുന്നു. അവൾ സ്റ്റിൽ ഇപ്പോഴും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവൾക്ക് കുറേ നേരം വേണം റെഡി ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ എന്താണ് 5 മണി എന്താണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ഒരു 5-5:30 സമയത്താണ് സ്റ്റുഡിയോ പോകണമെന്ന് പ്രവാശിയായിരുന്നു. പക്ഷേ പോകാൻ നന്നായി ഗൈസ്. കാരണം നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ടുണ്ട്, കുറേ സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കുറേ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ടല്ലേ നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. അതെന്തായാലും ഈ സമയത്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ലേറ്റ് ആവുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് അത്യാവശ്യം ഡിസ്റ്റൻസും ഉണ്ട് സ്റ്റുഡിയോക്ക്. അപ്പോൾ പോകാൻ ഞാൻ നന്നായി. എന്നിട്ട് ഞങ്ങൾ 2 സ്റ്റോപ്പ് അപ്പുറം പോയിട്ട് പച്ചക്കറി മേടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. പിന്നെ ഒരു വേറെ സാധനം മെയിനായിട്ട് മേടിക്കാനുണ്ടായിരുന്നു. നമ്മൾ ഈ പല്ല് കമ്പ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തോവാക്സ് എന്നുള്ള സാധനം ഒട്ടിക്കൂലേ, ഇങ്ങനെ ഒരയാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പല്ലുമ്മ കമ്പി. ആ സാധനം ഇവിടെ കുറേ മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങും ആ സംഭവം ഇല്ല ഗൈസ്. അങ്ങനെ ലാസ്റ്റ് ഒരു ക്ലിനിക്കിൽ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ അവർ നമുക്ക് തന്നില്ല ഗൈസ്. അവരുടെ സംസാരത്തിൽ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ പച്ചക്കറിയൊക്കെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവളേക്ക് മഞ്ച് മേടിച്ചെന്ന് ഗൈസ്. കാരണം അവൾക്കറിയാം എനിക്ക് മഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പൊതുവെ മഞ്ച്, കിറ്റ്കാറ്റ് ഇങ്ങനത്തെ മിഠായി ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അങ്ങനെ പച്ചക്കറി മേടിച്ചു, മഞ്ചും മേടിച്ചു. അങ്ങനെ നേരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവിടെ ഇങ്ങനെ പട്ടികളൊക്കെ വരും കേട്ടോ. എനിക്കറിയില്ല ഇത് വീട്ടിൽ വളർത്തുന്ന പട്ടികളാണോ എന്ന്. കഴുത്തിൽ ബെൽറ്റൊക്കെ ഉണ്ട് എന്തായാലും. അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഭയങ്കര കമ്പനിയാണ്. അവളിങ്ങനെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് അവിടെ വന്നിട്ടുണ്ട്. അടുത്ത് ഭയങ്കര ഷോക്ക് അടിച്ച് നടക്കുന്നുണ്ട് ഗൈസ്. ഇത് കോമഡി ആയിട്ട് എടുത്ത വീഡിയോ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി വീണ്ടും കുക്ക് ചെയ്യാനാണ്. അതായത് സോയാബീൻ തന്നെ കേട്ടോ നമ്മൾ ഉണ്ടാക്കണത്. രാവിലെ ഉണ്ടാക്കിയ സോയാബീൻ അവിടെ ഇരിപ്പുണ്ട്. ഇനി അതിൻ്റെ പേർക്ക് ഞാൻ വേറെ സോയാബീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് രാവിലെ ഉണ്ടാക്കിയ സോയാബീനാണ്. ഇത് ഞാനിവിടെ വെറുതെ പൊരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ മുളക് പൊടിയും ഉപ്പും മാത്രമൊക്കെ ഇട്ടിട്ട് നമ്മൾ പൊരിച്ചെടുക്കില്ലേ, നമ്മൾ എല്ലാ വീഡിയോയിലും ഞാൻ കാണിക്കാറില്ല. ആ സംഭവം ഉണ്ടാക്കാൻ നോക്കിയാണ്. അവളാണ് സൈഡിൽ ബുൾസൈ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പേടിക്കണ്ട. എന്നിട്ട് രാത്രി നമ്മൾ ഡിന്നർ ഒത്തിരി വെറൈറ്റി ആക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം ചോറ് അത്രക്കും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് മാഗി ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ ഞാൻ മാഗി ഉണ്ടാക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കൈ പൊള്ളിയിട്ട് വെള്ളമൊക്കെ വറ്റിപ്പോയിട്ട് ആകെ ഇച്ചിരി കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ടേസ്റ്റ് കുഴപ്പമുണ്ടായില്ല കേട്ടോ. അവൾക്ക് ഇത്തിരി വെള്ളമൊക്കെ വേണമെന്നാണ് മാഗിയിൽ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. പക്ഷേ ഞാൻ അത് ഫുൾ കഴിച്ചിട്ടുണ്ടായി കേട്ടോ. ഞാൻ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഒഴിക്കുന്നുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല ടൊമാറ്റോ സോസൊന്നും. എന്നാലും ഒരു പിക്ക് എടുക്കുമ്പോൾ സാധനത്തിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി എന്ന് വെച്ചിട്ടാണ് ടൊമാറ്റോ സോസ് കഴിക്കുന്നത്. എന്നിട്ട് നമ്മൾ ടി വിയിൽ ഇങ്ങനെ ഓരോന്ന് കണ്ടിട്ടാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ ഈ പ്രാവശ്യം സോളോ വിന്നറിൻ്റെ വീഡിയോ ആണ് എടുക്കുന്നത്. ഈ കമ്മലയുടെ ഗെയിം പ്ലേ, എനിക്ക് കമ്മല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കളിക്കാൻ വലിയ ഇഷ്ടമല്ല, ഞാൻ കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ളവരുടെ ഗെയിം പ്ലേ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് മഞ്ചൊക്കെ കഴിക്കാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പ്ലേറ്റും കാര്യങ്ങൾ കഴുകി വെച്ചിട്ട് നേരെ പോയി കിടന്ന് ഉറങ്ങിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റീൽസും കണ്ടിരിക്കുന്നത്. കുറേ നേരം റീൽസും കണ്ടിട്ട് കിടന്ന് ഉറങ്ങിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ബൈ ഗൈസ്.